ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹന്നത്ത് ഫാഷൻ ടെക്. എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ബോ എങ്ങനെയാണ് ഈസി ആയിട്ട് മേക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ശബ്ദം അത്ര ക്ലിയർ ആവാൻ വഴിയില്ല, സോറി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബോ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ റിബൺ, 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്കും റെഡും കൂടി ചേർത്ത് സൈഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്കത് ഒട്ടിക്കിട്ടും. പിന്നെ ഇത് നോർമൽ കമ്പി ബോയാണ്, നമ്മുടെ സാധാരണ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ, അതായത് ഹെയർ അക്സസറീസൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള ബോയും വാങ്ങിക്കാനായിട്ട് കിട്ടും. റഫ് യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബോയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവെന്ന് പറയുന്ന ആ ബോയുടെ അതേ അളവ് എടുക്കുക, എന്നിട്ട് അതിനെ ഇരട്ടിയായിട്ട് എടുക്കുക കേട്ടോ. അതായത് ബോ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി ഇങ്ങനെ പിടിച്ച് വെക്കുക, എന്നിട്ട് അതിനേക്കാൾ കൂടുതലായിട്ട് വേണം നമ്മൾ റിബൺ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റ കളർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചുറ്റിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ബോയിൽ എങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് ബോ കുറച്ച് വീതിയുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇത് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഗ്ലൂഗണ്ണൊന്നും അവൈലബിൾ ആവണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അത് ഫിക്സായിട്ട് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ചുറ്റേണ്ടത് നിങ്ങളതിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചുറ്റിയെടുക്കുക. ഓരോന്നിൻ്റെയും അടിഭാഗത്തൂടെ ആയിരിക്കണം അടുത്ത ഒരു റിബൺ ഇങ്ങനെ എടുക്കേണ്ടത്. ഈ റെഡിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ ബ്ലാക്ക് റിബണിനെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. കണ്ടോ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റെഡ് ഇപ്പുറ വശത്തൂടെ എടുത്തിട്ട് ഈ ബ്ലാക്കിൻ്റെ അടിഭാഗത്ത് കൂടെ ആക്കി കൊടുക്കുക. എത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏതൊരു ബോയിലേക്കും ഇതിങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇതേ ഒരു മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കമ്പി ബോയിലൊക്കെ ഞാൻ റിബൺ ചുറ്റി കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊന്നും കാണാത്തവർ ആ വീഡിയോയിലൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മോഡൽസ് ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യണം എന്ന് അറിയേണ്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ ഒരു ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 2 കളറിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുപോലെ ഒറ്റ കളർ, ഇത് കണ്ടോ, ഇത് ഒറ്റ കളറിലാണ് ചെയ്തേക്കുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ബോയിൽ എങ്ങനെയാണ് റിബൺ ചുറ്റിയെന്ന് കാണിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആ ഫ്ലവറൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി പോയിട്ട് കണ്ടു നോക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിതൊന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഏതെങ്കിലുമൊക്കെ മോഡൽസ് നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഇൻസ്റ്റാ പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബോയുടെ റേറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അത് അങ്ങനെ കൊറിയർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ കൂടുതലും നിങ്ങൾക്കിത് കണ്ടിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അത് വേറൊരു സന്തോഷമാണ്. നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വേറൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഞാൻ ഒട്ടിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂഗൺ ഇല്ലാണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ റെഡ് കളർ നമുക്ക് ആ ബോ മറച്ചൊട്ടിച്ചിട്ട് ബ്ലാക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ.
നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ഏറ്റവും എൻഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ 2 റിബൺ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കത് ആ ഒരു ബോയുടെ കറക്റ്റ് സ്ട്രെച്ചറിലേക്ക് ടൈറ്റായിട്ട് നമുക്ക് കിട്ടാം. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഭാഗം കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കണം. ഈ ഒരു ഭാഗത്തുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും നമുക്ക് ഉരുക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൈറ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ ഉരുക്കി ഒട്ടിച്ചെടുക്കാനായിട്ടും പറ്റും കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഒട്ടിക്കിട്ടും. കണ്ടില്ലേ, നല്ല ഭംഗിയിലുള്ള ബോയുടെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ പോലത്തെ കുറേ അധികം കളേഴ്സ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 12 കളേഴ്സ് ഉണ്ട് കേട്ടോ. മാറ്റിയും തിരിച്ചിട്ടൊക്കെ റെഡും ബ്ലാക്കും റെഡും വൈറ്റും അങ്ങനെയൊക്കെ ആക്കിയിട്ട് അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് ഞാനിവിടെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുക എന്നുള്ളത്. നേരത്തെ ഞാൻ ഒരു ബോ കാണിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ഒരു ബോയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒറ്റ കളറുള്ള 3 ഫ്ലവറാണ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 കളറിലാണ് ബോ ചെയ്തേക്കുന്നത് കൊണ്ട് അതേ കളർ കോമ്പിനേഷനിൽ തന്നെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, റെഡും ബ്ലാക്കും കൂടെ ഉള്ള ടൈപ്പ് ഫ്ലവറാണ് നമ്മളിതിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ബോയാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വീതി കൂടിയ ബോയിൽ ഇത് ചെയ്തെടുക്കാം. ഫ്ലവർ കുറച്ചും കൂടി വലുതാക്കുക, അതായത് സാറ്റിൻ റിബണിൻ്റെ വീതി കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലവറിൻ്റെ വലിപ്പം കൂടി കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഇനി ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്ന് 2 എണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കിത് ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണമൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ.